രാവിലെ ചായ ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി ഇഞ്ചിയൊക്കെ ചതച്ച് ഇട്ടുള്ള ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നൂഡിൽസാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഇവിടെ ചിലർക്ക് വെജിറ്റബിൾസ് ഇഷ്ടമല്ല, എനിക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഇഷ്ടം. അന്നേരം രണ്ട് രീതിയിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, ബീൻസ്, സവാള. അപ്പോൾ ചായയൊക്കെ റെഡിയായി, ചായയൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഒരാൾക്ക് ഞാൻ അതിൻ്റെ അകത്ത് ഇങ്ങനെ വെജിറ്റബിൾ ഇല്ലാത്തതുണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി വെജിറ്റബിൾസ് ഉള്ളത് ഇട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ കഴിക്കുന്നത് ചോപ്പ് സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ അത് ഉപയോഗിച്ചാൽ ഇപ്പം ഇത് കഴിക്കുന്നത്. കുറേ ദിവസം കൊണ്ട് കരഞ്ഞ് വാങ്ങിച്ചതാ ചോപ്പ് സ്റ്റിക്ക്. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന ഒരു മുട്ടക്കറിയാണ്. ഞാനിവിടെ കടായി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കടുക് ഇട്ടിട്ട് ഒരു രണ്ട് കറിവേപ്പിലിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് ഇച്ചിരി ഉപ്പിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. കുറച്ച് നേരം ഞാനതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൊരു 2-3 മീഡിയം സൈസിലെ ടൊമാറ്റോയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുകൂടെ ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇച്ചിരി നേരം അടച്ചു കൊടുത്ത നേരം ടൊമാറ്റോയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും, പെട്ടെന്നത് വാടി കിട്ടും. അതിനുശേഷം കുടിക്കാനൊക്കെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇച്ചിരി ഒന്ന് അടച്ചു കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും കുറച്ച് പൊടികൾ ചേർക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഗരം മസാല ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത്, ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ അരപ്പൊന്ന് ഇച്ചിരി ഒന്ന് തിളയ്ക്കാറായിട്ട് വരട്ടെ. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നു. ഞാനിതിനും ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിന് മുമ്പിട്ട് ഒരു അര പിഞ്ച് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞങ്ങൾ 5 പേരുണ്ട്, 5 പേർക്കുള്ള മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുട്ടത്തോട് ഞാനൊന്ന് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അവിടെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ ഞാനത് മിക്സിയിൽ പൊടിച്ച് ചെടികൾക്ക് ഇട്ട് കൊടുക്കും കുറേശ്ശെ. അത് നല്ലൊരു കാൽഷ്യം, ചെടികൾക്കൊക്കെ നന്നായിട്ട് കാൽഷ്യം കിട്ടും. അത് നന്നായി പിന്നെ കായ്ക്കും. ചെടികളെന്ന് പറഞ്ഞാൽ ഞാൻ കറിവേപ്പ്, പിന്നെ കാന്താരി ഇതിനൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആ മുട്ടയൊന്ന് കുറച്ച് നേരം പൊട്ടിച്ചൊഴിച്ചിട്ട് അടച്ച് വെച്ചായിരുന്നു. എന്നിട്ട് അത് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് തിരിച്ചിട്ടിട്ട് വീണ്ടും കുറച്ച് നേരം ഒന്ന് അടച്ചിട്ടേ. ഇപ്പം നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ചപ്പാത്തിയുടെ ഈ മുട്ടയാണ് ഞാൻ കൊടുത്തത്. അതിനുശേഷം പിന്നെ എനിക്ക് നെല്ലിക്ക അച്ചാർ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അച്ചാർ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇന്ത്യയിൽ എവിടെയും ഞാൻ കൊറിയർ ചെയ്ത് കൊടുക്കുവേ. അപ്പോൾ ഞാൻ നെല്ലിക്കായിട്ട് കുറച്ച് നേരം ഒന്ന് ആ എണ്ണയ്ക്കകത്തിട്ട് തന്നെ ഒന്ന് വഴറ്റും. അതിന് ശേഷം പിന്നെ മസാലകൾ ചേർക്കത്തുള്ളൂ. അപ്പോൾ നെല്ലിക്ക അച്ചാറൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.